എല്ലാവർക്കും നമസ്കാരം. നമുക്ക് KTU മാജിക്കിൻ്റെ അണ്ടറിലുള്ള CPCൻ്റെ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക ഈസി പാസ് മാർക്കായിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡെമോ ക്ലാസ്സാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂൾ 1 തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മൊഡ്യൂൾ 1 കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് പെട്ടെന്ന് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ മൊഡ്യൂൾ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു 10-15 ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡെമോ ക്ലാസ് എന്ന നിലയിൽ ഞാൻ അതിൽ വളരെ കുറച്ച് ടോപ്പിക്സ് ഞാനിവിടെ ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ്, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതാണ് നമ്മളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻസ് ദ സിസ്റ്റം റിസോഴ്സ് ആൻഡ് ഗീവ്സ് ദ പാത്ത് ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു റൺ. നമ്മൾ അങ്ങനെ ഒരു കട്ടിയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ പഠിച്ചു വയ്ക്കൊന്നും വേണ്ട. എന്താണ് ചെയ്യുന്നത്, സിസ്റ്റത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിരിക്കും. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മളൊരു സിസ്റ്റത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ എന്തൊക്കെ സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്, പലതരം സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ഗെയിമിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്യാനോ അങ്ങനെ ഒരുപാട് എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലപോലെ റൺ ആവണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് നമ്മൾ എന്തെന്ന് പറയും, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയും. ഓക്കെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈസ് ബിൽഡ് ഫോർ സ്പെസിഫിക് ടാസ്ക്. അതായത് നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് തന്നിട്ടുള്ളത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത്, ലോ ലെവൽ ലാംഗ്വേജസ് ആർ യൂസ് ടു റൈറ്റ് ദ സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോ ലെവൽ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു റൈറ്റ് ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അടുത്തത് എന്താ പറയുന്നത്, ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താ ഉദ്ദേശിക്കുന്നത്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷകളെയാണ് എന്തെന്ന് പറയുന്നത്, ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻസിന് മനസ്സിലാവുന്ന ഭാഷകളെയാണ് എന്തെന്ന് പറയുന്നത്, ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ്, 3ാമത്തെ പോയിന്റ് നോക്കുക, എന്താണ്, ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണ് എന്ത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നുള്ളത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വിത്തൗട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ദ സിസ്റ്റം സ്റ്റോപ്സ് ആൻഡ് കനോട്ട് റൺ. അതായത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്യാൻ പറ്റില്ല, അതവിടെ സ്റ്റോപ്പ് ആവും. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ സിസ്റ്റം റൺ ആവും, അല്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ളൊരു ഡിഫറൻസ് ചോദിച്ചു
കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം രണ്ടിൻ്റെയും ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്ത്? നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ചെയ്യാനുള്ളതോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ആലോചിക്കുക. അപ്പോൾ ഒരു OS ഇല്ലാണ്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുമോ? ഇല്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ, അതായത് നാലാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് നാലാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പറയാൻ പോകുന്നത് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ റൺസ് വെൻ ദ സിസ്റ്റം ഈസ് ടേൺഡ് ഓൺ ആൻഡ് സ്റ്റോപ്സ് വെൻ ദ സിസ്റ്റം ഈസ് ടേൺഡ് ഓഫ്. അതായത് നമ്മളെ സിസ്റ്റം ഓൺ ആണെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യും. ആൻഡ് സിസ്റ്റം ഓഫ് ആണെങ്കിൽ എന്ത് ചെയ്യും? സിസ്റ്റം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യില്ല. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ചെയ്യുന്നത്? വൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ആസ് പെർ ദ യൂസേഴ്സ് റിക്വസ്റ്റ്. ആ യൂസർ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റണ്ണ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് എന്ത്? ഫോട്ടോഷോപ്പ് ചെയ്യാനുള്ളത്, VLC പ്ലെയർ. ഓക്കെ, അടുത്തത് പറയുന്നത് എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഈസ് മോർ കോംപ്ലെക്സ് ദാൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതായത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കുറച്ചും കൂടെ മോർ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലാണ് എന്താണ് യൂസ് ചെയ്യുന്നത്? സിംപ്ലറാണ് കമ്പാരിസൺ ടു സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിംപ്ലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത്. The software that is designed to control and integrate and manage the individual hardware component and application software is known as system software. അപ്പോൾ അത് കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇൻ്റഗ്രൽ ആയിട്ടുള്ള പാർട്ടും അങ്ങനെ മാനേജ് ചെയ്യാനും ഇൻഡിവിജ്വൽ ഹാർഡ്വെയർസിൻ്റെയും കമ്പോണൻസിനൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണ്? എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഇൻസ്റ്റാൾ ഇൻ ദ യൂസർ സിസ്റ്റം ആൻഡ് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് യൂസേഴ്സ് ആണ് എന്താണ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അതെന്താ ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ടാസ്ക് ആണ് ചെയ്യുന്നത്. ഓക്കെ, എ സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ മൊഡ്യൂൾ 1 ഒരു ചെറിയൊരു ടോപ്പിക്, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു B പാർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇതൊരു ഡെമോ ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 15 മിനിറ്റ്സ് ക്ലാസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂൾസിൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ, ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചോ എന്ന് നോക്കാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ ഈ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഡെമോ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. അപ്പോൾ ഓക്കെ, ബൈ.